ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് സെപ്റ്റംബർ 25-ാം തീയതിയാണ്. ഇനി ഒരാഴ്ച മാത്രം ശേഷിക്കെ വലിയ രീതിയിലുള്ള കൊടുമ്പരി കൊണ്ട പ്രചരണം തന്നെയാണ് കോൺഗ്രസ് നടത്തുന്നത്. അതേസമയം BJP പ്രചരണത്തിൽ പോലും എങ്ങും എത്താതെ ഉഴറുകയാണ്. അവർ ആകെ ആശ്രയിക്കുന്നത് EVM തന്നെയാണ് എന്ന് കോൺഗ്രസ് വെറുതെ പറയുന്നതല്ല. വാസ്തവത്തിൽ BJP പ്രചരണത്തിൽ പിന്നോട്ട് പോയിട്ടുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ എന്തുകൊണ്ട് BJP പലയിടത്തും അത്ഭുതകരമായി മുന്നേറാൻ കഴിയുന്നു എന്നത് EVMലെ തിരിമറി തന്നെയല്ലേ എന്ന വലിയ ചോദ്യം കോൺഗ്രസ് ഉന്നയിക്കാറുമുണ്ട്. ഇത്തവണയും അത് രൂക്ഷമാകും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഏതായാലും പ്രചരണത്തിൽ മാത്രമല്ല, എല്ലാ ഘട്ടങ്ങളിലും കോൺഗ്രസ് ബഹുദൂരം മുന്നിലാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വിനേഷ് ഫോഗാട്ട് ജുലാന മണ്ഡലത്തിൽ ഏറെ മുന്നിലാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാഴ്ചയാണ്. BJP സ്ഥാനാർത്ഥിക്ക് അവിടെ 10,000 വോട്ട് തികച്ച് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട്, വലിയ രീതിയിലുള്ള സംശയമുണ്ട്. ഇത്തവണ ദുഷ്യന്ത് ചൗട്ടാലയുടെ JJPക്ക് കെട്ടിവെച്ച കാശ് പോലും ഒരു മണ്ഡലത്തിലും കിട്ടാൻ സാധ്യതയില്ല എന്ന വിലയിരുത്തലിലേക്കാണ് നീങ്ങുന്നത്. അതിന് കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കാര്യമായ നേട്ടമൊന്നും തന്നെ JJPക്ക് ലഭിച്ചില്ല. ഒരു സെഗ്മെൻറ്റിൽ പോലും 2ാം സ്ഥാനത്ത് പോലും എത്താൻ JJPക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിദയനീയമായ അവസ്ഥ. ഇതിനിടയിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിശക്തമായി തന്നെ ഒരു ഇഞ്ച് വിട്ടുകൊടുക്കാതെ വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത്. മുഖ്യമന്ത്രിയായ ഭൂപീന്ദർ സിംഗ് ഹൂഡ പറഞ്ഞിരിക്കുന്നത് ഏത് രീതിയിലും അട്ടിമറി നീക്കം നടത്താൻ BJP തയ്യാറായി നിൽക്കുകയാണ്. അതിന് അമിത്ഷാ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിന് യാതൊരു തർക്കവും വേണ്ട എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗൗരവമേറിയ വാശിയേറിയ പോരാട്ടമാണ് നടത്തുന്നത്. ഒരിക്കലും ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ മനസ്സില്ല. കർഷകരെ ദ്രോഹിച്ച, അവരെ ആന്തോളൻ ജീവികളെന്ന് വിളിച്ച, അവരെ ഇത്രയധികം താറടിച്ച ഒരു പ്രധാനമന്ത്രിയില്ല. രാജ്യത്തെ കർഷകരെന്ന് പറയുന്നത് സമ്പത്താണ് രാജ്യത്തിൻ്റെ. ജയ് ജവാൻ ജയ് കിസാൻ എന്ന് വെറുതെയല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി പറഞ്ഞത്. ഒരു മര്യാദയും കാണിക്കാത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഹങ്കാരത്തിന് കൊടുക്കേണ്ട തിരിച്ചടിയായിരിക്കണം ഹരിയാനയിലെ ഓരോ വോട്ടും എന്നാണ് മുൻ മുഖ്യമന്ത്രി കൂടിയായ ഭൂപീന്ദർ സിംഗ് ഹൂഡ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ 70 മുതൽ 75 സീറ്റ് വരെ കോൺഗ്രസ് നേടിയാൽ പോലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്നാണ് ലോക് പോൾ സർവേയിൽ ഉൾപ്പെടെ ഹരിയാനയിൽ കാര്യങ്ങൾ വരുന്നത്. അങ്ങനെ സംഭവിച്ചാൽ BJPക്ക് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വലിയ രീതിയിലുള്ള തിരിച്ചടിയായിരിക്കും സമ്മാനിക്കുക.